एकदं तं भक्तानाम् एकदन्तम् उपास्महे। गुरवे सर्वलोकानां विशते भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। यो अन्तर्प्रविश्य मम वाचं इमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यां च हस्तचरणान् श्रवणत्वगादीन् प्राणान्नमो ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ശ്രീ സുദർശനമൂർത്തിക്കും എൻ്റെ ഗുരുവായ ജയലക്ഷ്മി ടീച്ചർക്കും അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പ്രഭാഷണം ചെയ്യാൻ അവസരം കിട്ടിയത്. അതിന് അവരോട് അനന്തകോടി നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണ വിഷയം നിമി നവയോഗി സംവാദമാണ്. ഇത് ഏകാദശ സ്കന്ധത്തിലാണ് വരുന്നത്. അപ്പൊ ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണ് ഉള്ളത്. അതിൽ ഏകാദശ സ്കന്ധം വളരെ പ്രാധാന്യമേറിയതാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിൽ ജ്ഞാനത്തെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ജ്ഞാനത്തിന്റെ എല്ലാ വശങ്ങളെയും ഈ ഏകാദശ സ്കന്ധം കാണിച്ചു തരുന്നു. അപ്പൊ ഈ നിമി നവയോഗി സംവാദം എന്താണ് നമുക്ക് നോക്കാം. നാരദൻ അത്യുത്തമനായ ഒരു ഭക്തനാണല്ലോ. അപ്പൊ കൂടെ കൂടെ ദ്വാരയ്ക്ക് വരും. എന്തിനു വേണ്ടിയാ? ഭഗവാൻ കൃഷ്ണനെ കാണാനും കൃഷ്ണന്റെ കൂടെ ഇരിക്കാനും കൃഷ്ണന്റെ കൂടെ സംഭാഷണം ചെയ്യാനും ഒക്കെ വേണ്ടി എപ്പോഴും വരും. ഇപ്പൊ നാരദന്റെ മനസ്സെല്ലാം എപ്പോഴും ഭഗവത് പാദത്തിലാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും എവിടെയാ? നമ്മളുടെ മനസ്സ് എപ്പോഴും ഈ ലോക വിഷയങ്ങളിലാണ് അല്ലേ. ഇപ്പൊ നാരദനെ പോലെ ഭക്തനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെയും ചിന്ത എപ്പോഴും ഭഗവത് പാദത്തിലായിരിക്കണം. നാരദൻ അങ്ങനെ ഒരു പ്രാവശ്യം കൃഷ്ണ ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പൊ വസുദേവർക്ക് വലിയ സന്തോഷമായി. അദ്ദേഹത്തെ സ്വീകരിച്ചു, സൽക്കരിച്ചു, പൂജിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മഹർഷി അങ്ങ് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നുവല്ലോ, അങ്ങനെ അങ്ങ് എല്ലാവരുടെയും ദുഃഖത്തെ അകറ്റുന്നു. അപ്പൊ നാരദ മഹർഷി സഞ്ചരിക്കുന്നതുകൊണ്ട് എങ്ങനെയാ എല്ലാവരുടെയും ദുഃഖം മാറുക? നമ്മൾ ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവ് പകർന്നു തരുന്നു നാരദ. അങ്ങനെയാണ് എല്ലാവരുടെയും ദുഃഖത്തിനെ മാറ്റുന്നത്. അപ്പൊ വസുദേവർ പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താണ് ഈ ഭാഗവത ധർമ്മങ്ങൾ? എന്ത് ചെയ്താലാണ് ഭഗവാൻ സന്തോഷിക്കുക? അതൊന്ന് പറഞ്ഞു തരണം. അപ്പൊ നാരദർക്കും വലിയ സന്തോഷമായി. ഇതിന് ഉത്തരം പറയുമ്പോൾ എൻ്റെ മനസ്സും ഭഗവത് പാദത്തിൽ തന്നെ നിൽക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിന് പറയാം. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം പണ്ട് നിമി ചക്രവർത്തി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിമി ചക്രവർത്തി നവയോഗികളോടാണ് ചോദിച്ചത്. ആ സംവാദത്തെ ഞാൻ ഇവിടെ പറയാം എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. അപ്പൊ ആരായിരുന്നു നിമി ചക്രവർത്തി? പണ്ട് ത്രേതായുഗത്തിൽ വിദേഹ രാജ്യത്തിലെ രാജാവായിരുന്നു നിമി ചക്രവർത്തി. വളരെ അന്ധകരണ ശുദ്ധിയുള്ള ആൾ, നല്ല ഭക്തൻ. ഇപ്പൊ ലോക നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ത്യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നവയോഗികൾ ആരാണ്? നമ്മളിവിടെ ഭാഗവതം 5ാം സ്കന്ധത്തിൽ കണ്ടു ഋഷഭയോഗീശ്വരന്റെ ചരിതം. ഇപ്പൊ ഋഷഭൻ ഭഗവാന്റെ തന്നെ അവതാരമാണ്. മോക്ഷമാർഗം ഉപദേശിക്കുവാൻ വേണ്ടി ഋഷഭ ഭഗവാൻ അവതരിച്ചു. അദ്ദേഹത്തിന് 100 പുത്രന്മാർ. അതിൽ ആദ്യത്തെ ആളാണ് ഭരതൻ. ആ ഭരതന്റെ ചരിത്രമൊക്കെ ഇവിടെ നമ്മൾ വിശദമായി കണ്ടു. ഭരതനെ കൊണ്ടാണ് ഈ രാജ്യത്തിന് ഭാരതം എന്ന പേര് വന്നത്. അദ്ദേഹത്തിന്റെ അനിയന്മാരാണ് ഈ 9 നവയോഗികൾ. അപ്പൊ അവർക്ക് ചെറുപ്പം മുതലേ ലോക വിഷയങ്ങളിൽ ഒന്നും താല്പര്യമില്ല. എപ്പോഴും ഭഗവത് ചിന്ത തന്നെ. ആത്മാരാമന്മാരായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പൊ അവർക്കൊരു സിദ്ധിയും കിട്ടിയിരുന്നു. എവിടെ വേണമെങ്കിലും വിചാരിച്ച മാത്രയിൽ അവർക്ക് പോകാം. അങ്ങനെ അവര് ദേവലോകം, ഗന്ധർവലോകം, വിദ്യാധര ലോകം, മനുഷ്യലോകം, ഇതിലൊക്കെ ഇങ്ങനെ ഇഷ്ടത്തിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിമി ചക്രവർത്തി ഒരിക്കൽ ഒരു വലിയ യാഗം ചെയ്യുക. എല്ലാ മഹർഷികളും വന്നിട്ടുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് ഈ നവയോഗികളും അവിടെ വരുന്നത്. ഇപ്പൊ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ 9 സൂര്യന്മാരാണോ വരുന്നത് എന്നുള്ള പോലെ തേജസ്സോടുകൂടി വരികയാണ്. അപ്പൊ അവരെ കണ്ട ഉടനെ നിമി ചക്രവർത്തി അവരെ ആദരിച്ച് ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ മഹാത്മാക്കളെ കിട്ടിയ വെറുതെ സാധാരണ വിഷയങ്ങളൊന്നും അവരോട് സംസാരിക്കരുത്. ആ സമയം നമ്മൾ ആത്മാഭിവൃദ്ധിക്കുള്ള കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. അത് നിമി ചക്രവർത്തിക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വളരെ ദുർലഭമായിട്ടാണ് ഈ മനുഷ്യ ജന്മം കിട്ടുന്നത്.
അതിൽ തന്നെ വളരെ ദുർലഭമായിട്ടാണ് ഈ സജ്ജനങ്ങളെ കണ്ടു കിട്ടുന്നത്. അതും വിഷ്ണു ഭക്തന്മാരാണെങ്കിൽ പറയണം, എനിക്ക് ചില സംശയങ്ങളുണ്ട്, നിങ്ങളൊന്ന് ദൂരീകരിച്ച് തരണം. അപ്പൊ ചോദിച്ചോളൂ പറഞ്ഞു. അപ്പൊ അദ്ദേഹവും ഇതേ ചോദ്യത്തെയാണ് ചോദിച്ചത്. എന്താണ് ഭാഗവത ധർമ്മങ്ങൾ? എന്ത് ചെയ്താലാണ് ഭഗവാന് തൃപ്തി വരിക, സന്തോഷിക്കുക? അതൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ ആദ്യം ഈ 9 യോഗികളിലെ ആദ്യത്തെ യോഗിയായ കവിയാണ് അതിന് ഉത്തരം പറയുന്നത്. അപ്പൊ കവി എന്താ പറഞ്ഞത്? മന്യേ അകുതചിദ്ഭയമച്യുതസ്യ പാദാംബുജ ഉപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേ അസദാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തതേ ഭീഹി. ഇപ്പൊ ഉദ്വിഗ്ന ബുദ്ധികളായ ഈ ജനങ്ങൾക്ക്, അതായത് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ ഈ ജനങ്ങളുടെ ഭയം? ഇപ്പൊ നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ രോഗം വരുമോ എന്ന് ഭയം. ധനവാനാണെങ്കിൽ എന്താ ഭയം? ഇൻകം ടാക്സ് അറ്റാച്ച്മെന്റ് വരുമോ? ഇനി നല്ല സൗന്ദര്യമുള്ളവരാണെങ്കിൽ എന്താ ഭയം? ജരാനരകൾ ബാധിക്കുമോ? വാർദ്ധക്യം വരുമോ? മാനഹാനി വരുമോ? മരണം വരുമോ? ഇങ്ങനെ പല വിധത്തിലുള്ള ഭയങ്ങളാണ് ഈ മനുഷ്യർക്ക്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഭയപ്പെടുന്നത്? അവർ ശരീരമാണ് താൻ എന്ന് വിചാരിക്കുന്ന കൊണ്ടാണ് ഈ ഭയപ്പെടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ആ മുകുന്ദന്റെ അച്യുതസ്യ പാദാംബുജ ഉപാസനം, ആ അച്യുതന്റെ പാദങ്ങളെ തന്നെ മുറുകെ പിടിക്കണം. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. ഇപ്പൊ എങ്ങനെയാ ഈ മുറുകെ പിടിക്കുക? അപ്പൊ അതിന് പല മാർഗങ്ങളെയും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പറയുന്നത് ശ്രവണമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ ശ്രവണം. ഭഗവാന്റെ കഥകളെ കേൾക്കണം, ഭഗവാൻ ചെയ്ത ലീലകളെ കേൾക്കണം. ഇപ്പൊ നമ്മൾ തന്നെ 7 ദിവസമായി ഭഗവാനോട് കുറച്ചുകൂടി അടുത്ത പോലെ തോന്നണ്ടല്ലേ? നമ്മുടെ വെറുതെ കളയുന്ന സമയമൊക്കെ നമ്മൾ ഭഗവാനെ പറ്റി കേൾക്കാം. അതാണ് ശ്രവണമാണ് ആദ്യത്തെ പടി. അടുത്തത് എന്താണ്? കീർത്തനം ചെയ്യണം. ലജ്ജ കൂടാതെ ഭഗവാന്റെ സ്തുതികളെ പാടണം. മറ്റുള്ളവർ പാടുമ്പോൾ നമ്മളും ചേർന്ന്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾക്ക് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ ഉറക്കെ പറയാൻ വലിയ വിഷമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് നിർലജ്ജമായിട്ട് ചെയ്യാൻ വരും. അടുത്തത് സ്മരണം. എപ്പോഴും ഭഗവത് സ്മരണത്തിലായിരിക്കണം നമ്മുടെ ബുദ്ധി. പിന്നെയാണ് അർച്ചനം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂർത്തിയില് ഭഗവാനെ സങ്കല്പിച്ച് നമുക്ക് പൂജ ചെയ്യാം. അപ്പൊ നമുക്ക് ഭഗവാനോട് കുറച്ചുകൂടി അടുത്ത മാതിരി തോന്നും. പിന്നെ അമ്പലങ്ങളിൽ പോയി നമുക്ക് വന്ദനം ചെയ്യാം ഭഗവാന്. പിന്നെ ഭഗവാനെ ഒരു സഖാവാണെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ സുഹൃത്തുക്കളോട് സംസാരിക്കണ പോലെ ഭഗവാനോടും നമുക്ക് സംസാരിക്കാം. അങ്ങനെ സഖ്യം വെക്കാം. പിന്നെ എന്താ, ദാസനാണ് വിചാരിക്കാം ഭഗവാന്റെ. പിന്നെ അവസാനം നമുക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാം. ആത്മനിവേദനം. ഭഗവാനെ എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, നീ എന്തൊക്കെ ചെയ്യുന്നുവോ ഞാൻ വഴിമാറി തരാം, നീന്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഭഗവാനെ ഭക്തി ചെയ്യാം. അങ്ങനെ ഭക്തി ചെയ്യുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക? നമുക്ക് ചിലപ്പോ നമ്മൾ ബാലലീലകളൊക്കെ കേട്ടു അല്ലേ? അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണേ? ആ ഭഗവാനെ നമ്മുടെ കയ്യിൽ കൊഞ്ചിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആ യശോദയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഞാനൊരു ഗോപികയായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ തോന്നില്ലേ? അപ്പൊ ആ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ തന്നെ ഹൃദയം ആർദ്രമാകും, കണ്ണീന്ന് വെള്ളം വരും. നമ്മൾക്ക് ഉച്ചത്തിൽ എല്ലാവരും നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ നൃത്തം ചെയ്തില്ലേ? അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണോ? അപ്പൊ ഇതൊക്കെയാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. രാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം കൂടെ കാളിയോട് പോയി സംസാരിക്കും. പിന്നെ എല്ലാവരും പാടുമ്പോൾ അദ്ദേഹവും പാടും, നൃത്തം വെക്കും. ഒരു ഭ്രാന്തനെ പോലെ തന്നെ അദ്ദേഹം പെരുമാറും. അതിൽ ഏതെങ്കിലും ഒരു വാക്ക് മതി പെട്ടെന്ന് സമാധിയിലേക്ക് പോവാൻ. അതൊക്കെയാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണങ്ങൾ. പിന്നെ എന്താ, ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാ ഭയം വരുന്നത്? 2 എന്നുള്ളപ്പോഴാണ് ഭയം വരുന്നത്. ഒരാളെ ഉള്ളുവെങ്കിൽ നമ്മൾക്ക് ആരെയും ഭയക്കണ്ട. ഇപ്പൊ ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നോ അതൊക്കെ ഭഗവാൻ തന്നെയാണ്. ഭഗവാനേ ഉള്ളൂ ഇവിടെ, വേറൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചാൽ ആരോടും നമുക്ക് ശത്രുതയില്ല, അസൂയയില്ല. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് താനേ വരും. പിന്നെ ഏറ്റവും പ്രധാനമായ വേറൊരു കാര്യം എന്താ, നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ശക്തി കൊണ്ടാണോ? ഇപ്പൊ ഭഗവാൻ വിചാരിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾക്ക് ഈ കൈ അനക്കാൻ പറ്റുന്നത്, കാലനക്കാൻ പറ്റുന്നത്. ഒരു നിമിഷം പോരെ നമുക്ക് ഇത് പറ്റാണ്ടാവാൻ? നമ്മുടെ എന്തെങ്കിലും സാമർഥ്യം കൊണ്ടാണോ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മളുടെ മിടുക്കുകൊണ്ടാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. എല്ലാം ഭഗവാന്റെ മിടുക്കുകൊണ്ടാണ് അല്ലെ? അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിക്കണം. അതാണ് മുഖ്യമായ ഒരു സന്ദേശം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഇവിടെ എന്ത് ചെയ്താലും കായേന വാച മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ
അനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായ ഇതി സമർപ്പയേ തത്. ഇത്തിരി മാറ്റിയാണ് ഭാഗവതത്തിൽ പറയുന്നത്. കായേന എന്ന് വെച്ചാൽ ശരീരം കൊണ്ട്, വാച എന്ന് വെച്ചാൽ വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഹൃദയം കൊണ്ട്, ആ ബുദ്ധി കൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നോ ആ കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കണം. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റാം? കാലത്ത് നമ്മൾ ആഹാരം പാകം ചെയ്യുന്നു, അപ്പൊ മനസ്സിൽ വിചാരിക്കുക ഭഗവാനെ ഞാൻ ഇത് നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. വിളമ്പി കൊടുക്കുമ്പോഴോ ഭഗവാന് വേണ്ടിയാ ചെയ്യുന്നത്. അതിന് ആഹാരം കഴിക്കുമ്പോഴോ ഭഗവാന് വേണ്ടിയാ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഭഗവാനെ കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഭഗവത്ഗീതയിലും ഭഗവാൻ ഇത് തന്നെയാ പറയുന്നത്. അർജുന, നീ എന്തൊക്കെ ചെയ്യുന്നു, യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി തദാസിയത് യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. നീ എന്തൊക്കെ ചെയ്യുന്നു, നീ ദാനം ചെയ്യാതിരിക്കാം, പൂജ ചെയ്യാതിരിക്കാം, നീ തപസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും എനിക്ക് വേണ്ടി ചെയ്യുക അർജുന എന്ന്. ഇപ്പൊ ശങ്കരാചാര്യർ സൗന്ദര്യനഗരിയില് ഒരു പടി കൂടി മേലെ പോയി പ്രാർത്ഥിക്കുകയാണ്. ദേവി, ഞാൻ അർത്ഥമില്ലാത്ത എന്തൊക്കെയോ വാക്കുകൾ പറയുന്നുണ്ടാവും, അതൊക്കെ നീ നിന്റെ ജപമായിട്ട് എടുക്കണം. ഞാൻ ഉണ്ണുമ്പോൾ അത് യജ്ഞം ചെയ്യുന്നതായിട്ട് എടുക്കണം. ഞാൻ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ അർത്ഥമില്ലാത്ത ആംഗ്യം കാണിച്ചാലും അത് നീ മുദ്രയായിട്ട് എടുക്കണം. ഞാൻ കിടന്നു ഉറങ്ങുമ്പോൾ അത് നമസ്കാരമായിട്ട് എടുക്കണം. ഞാൻ നടക്കുമ്പോൾ അത് പ്രദക്ഷിണമായിട്ട് എടുക്കണം. അങ്ങനെ ശങ്കരാചാര്യർ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ദേവിയുടെ അടുത്ത്? ഇങ്ങനെ 3 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഭഗവത് ഭക്തി ചെയ്യണം, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം, കാണുന്നതെല്ലാം ഭഗവാനായി കാണണം. ഇങ്ങനെ ചെയ്തു വന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം 3ഉം താനെ വന്നോളും. ഇപ്പൊ നല്ല വിശപ്പുള്ളപ്പോ ഒരു ഉരുള ചോറ് കഴിക്കുന്നു. ആ ചോറ് കൊണ്ട് നമുക്ക് എന്തൊക്കെയാ പ്രയോജനം വരുന്നത്? നമുക്ക് വയറ് നിറയുന്നു, പിന്നെ നമ്മുടെ ശരീരം പുഷ്ടിയാകുന്നു, നമുക്ക് സന്തോഷവും വരുന്നു. അപ്പൊ ഒരു ഉരുള ചോറിൽ തന്നെ ഈ 3 കാര്യങ്ങൾ നടക്കുന്ന പോലെയാണ് ഈ ഭഗവാൻ അർപ്പിച്ച എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം 3ഉം നമുക്ക് സ്വതവേ വന്നു ചേരും. അങ്ങനെ നിങ്ങൾക്ക് ശാന്തിയെ പ്രാപിക്കാം എന്ന് കവി വളരെ വിശദമായി നിമി ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഭക്തി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിമി ചക്രവർത്തി അടുത്ത ചോദ്യം ചോദിക്കാം. എന്താണ് ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ? ഒരു ഭക്തൻ എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് ജീവിക്കുക? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. അപ്പൊ അതിനെപ്പറ്റി പറയുന്നത് അടുത്ത യോഗിയാണ്, ഹരിയാണ് പറയുന്നത്. അപ്പൊ 3 വിധ ഭക്തന്മാരുണ്ട് അത്രേ. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ. അങ്ങനെ 3 ഭക്തന്മാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എന്താ വിചാരിക്കുക, ആരാ ഉത്തമ ഭക്തൻ? ദിവസം 2 മണിക്കൂർ പൂജ ചെയ്യുന്നു, ദിവസം 2 നേരം അമ്പലത്തിൽ പോകുന്നു, കുറിയൊക്കെ ഇട്ട് നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നു, ഇവനാണോ ഉത്തമ ഭക്തൻ എന്ന് ആലോചിച്ചാൽ ഭാഗവതം അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഉത്തമ ഭക്തൻ ഭഗവാനെ പൂജിക്കുക മാത്രമല്ല, എല്ലാരോടും സ്നേഹമായിരിക്കും, ഒരാളോടും ശത്രുതയില്ല, കാണുന്നതെല്ലാം ഭഗവാൻ തന്നെ. അങ്ങനെ വിചാരിക്കുന്ന ആളിനെയാണ് ഭാഗവതം ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത്. ഇപ്പൊ എത്ര ഉദാത്തമായ സങ്കല്പമല്ലേ! ഈ ഭാഗവതത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഭാഗവതം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആ LKG തന്നെ ഭഗവാനെ പൂജ ചെയ്യലും ഭഗവാന്റെ അമ്പലത്തിൽ പോകലും തന്നെയാണ് ഭക്തി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഭാഗവതം പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ എല്ലാ ജനങ്ങളോടും ഒരേപോലെ ശത്രുതയില്ലാതെ സ്നേഹത്തോടെ ഇരിക്കുന്നവനാണ് ഉത്തമ ഭക്തൻ. ഇപ്പൊ ഭഗവത്ഗീതയിലും അതേപോലെ ഭഗവാൻ ഒരു ശ്ലോകം പറയും. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിഃ യോ മദ്ഭക്ത സമേ പ്രിയഃ. യോ മദ്ഭക്ത, അങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏത് ഭക്തനാ? അദ്വേഷ്ട സർവഭൂതാനാം, എല്ലാ പ്രാണികളുടെ അടുത്തും വെറുപ്പേ ഇല്ല, എല്ലാരോടും മൈത്രി, കരുണ. പിന്നെ നിർമമഃ, എൻ്റേത്, എൻ്റെ ഭാര്യ, എൻ്റെ ഗൃഹം, എൻ്റെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണം, അന്യൻ്റെത് എങ്ങനെയോ പോട്ടെ, അങ്ങനെ വിചാരിക്കാത്ത. നിരഹങ്കാരഃ, അഹങ്കാരമില്ലാതെ വിനയത്തോടു കൂടി ഇരിക്കുന്ന. പിന്നെ സമദുഃഖ സുഖ, സുഖം വന്നാലും ദുഃഖം വന്നാലും, സുഖം വന്നാൽ വല്ലാതെ സന്തോഷിക്കരുത്, ദുഃഖം വന്നാൽ വല്ലാതെ ദുഃഖിക്കരുത്, രണ്ടിലും ഒരേപോലെ. ചൂട് വന്നാൽ കരയരുത്, മഴ വന്നാലും കരയരുത്. അതേപോലെ
തുല്യനിന്ദ തുല്യസ്തുതി. ഒരാൾ അഭിനന്ദിച്ചാലും ഒരേപോലെ, ഒരാൾ നിന്ദിച്ചാലും ഒരേപോലെ. പിന്നെ സന്തുഷ്ട സതതം, എപ്പോഴും സന്തോഷവാനായിരിക്കുക. എന്ത് കിട്ടുന്നോ അതിൽ സന്തോഷം. ഇനിയും വേണം ഇനിയും വേണം എന്ന് ആഗ്രഹിക്കരുത്. പിന്നെ യോഗി, യോഗി എന്ന് വെച്ചാൽ ഏകാഗ്ര ചിത്തനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ. പിന്നെ യഥാത്മാ, നല്ല ആത്മനിയന്ത്രണത്തോടെ. ദൃഢനിശ്ചയത, എന്ത് കാര്യം ചെയ്താലും ദൃഢത വേണം, അതിൽ വേവറിങ് പാടില്ല. മയ്യർപ്പിത മനോബുദ്ധി, ഭഗവാനിൽ തന്നെ അർപ്പിച്ച ബുദ്ധി. ഇങ്ങനത്തെയൊക്കെ ആർക്ക് ഈ സ്വഭാവങ്ങളുണ്ടോ അവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ എന്ന് അവിടെ ഭഗവാൻ പറയുന്നു. ഇനി ഈ മധ്യമ ഭക്തൻ എങ്ങനെയാണത്രേ? ഈശ്വരനിൽ പ്രേമയുണ്ട്, ഭക്തന്മാരിൽ സ്നേഹമുണ്ട്, ശരി, അറിവില്ലാത്തവരിൽ കൃപയുമുണ്ട്, ശത്രുക്കളിൽ ഉപേക്ഷ, അവരോട് ശത്രുതയില്ല, അവരോട് മിത്രതയുമില്ല, അങ്ങനെയുള്ളവരെ മധ്യമം. പക്ഷെ ആരിലും ശത്രുതയില്ലാത്തവൻ തന്നെയാണ് ഉത്തമ ഭക്തൻ. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു, ഈ ലോകം മുഴുവൻ ഈശ്വരന്റെ മായയാണ് എന്ന് മനസ്സിലാക്കി ആസക്തിയും പാടില്ല, വിദ്വേഷവും പാടില്ല, അങ്ങനെ കഴിയുന്നവനാണ് ഉത്തമ ഭക്തൻ. ഇപ്പൊ ഈശ്വരന്റെ മായയായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിമിചക്രവർത്തിക്ക് ഒരു സംശയം, എന്താണ് ഈ മായ? മായയുടെ കാര്യം ഒന്ന് പറഞ്ഞു തരൂ. അപ്പൊ അതിനുത്തരം പറയുന്നത് അന്തരീക്ഷനാണ് പറയുന്നത്. ഈ മായ എന്നുള്ള വസ്തു ആക്ച്വലി ഒരു ഇല്ലാത്ത വസ്തുവാണ്. ഇല്ലാത്ത വസ്തുവിനെ നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? അത് വളരെ പ്രയാസമേറിയതാണ്. യാ മാ സാ മായ പറയും, ഇല്ലാത്തതാണ് മായ. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നു, ഭഗവാൻ എങ്ങനെയാ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഈ പഞ്ചഭൂതങ്ങൾ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. നമ്മുടെ ദേഹം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ തൊലി, മാംസം, എല്ല്, ഇതൊക്കെ ഈ ഭൂമിയിലെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിലും ജലമുണ്ട്, നമ്മുടെ ദേഹത്തിലും ജലമുണ്ട്. അതേപോലെ നമ്മുടെ പ്രാണൻ, അതാണ് ആ വായു. നമ്മുടെ ദേഹത്തിൽ എപ്പോഴും ഒരു ചൂടില്ലേ, അതാണ് അഗ്നി. നമ്മുടെ ദേഹത്തിലും കുറെ ഒന്നുമില്ലാത്ത സ്പേസ് ഉണ്ട്, അതാണ് ആകാശം. അപ്പൊ ഇങ്ങനെ പഞ്ചഭൂതങ്ങളാലാണ് നമ്മളെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ജഡവസ്തുക്കളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ശരീരം ചലിക്കില്ല, നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? തന്നെ 10,000 ലക്ഷം കോടിയായിട്ട് വിഭജിച്ച് അതിലൊരു അംശത്തിനെ ഈ ശരീരത്തിൽ പ്രവേശിപ്പിക്കുക. അങ്ങനെയാണ് നമ്മുടെ അങ്ങനെ വരുന്ന ആ ജീവാംശത്തിനെയാണ് ജീവാത്മാ, ദൈവത്തിന്റെ അംശം ആ ജീവാത്മാ, അതാണ് ആ ജീവാത്മാ. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ആ ജീവാത്മാവാണ്, ജീവന്റെ അംശമാണ്, ഭഗവാന്റെ അംശമാണ്. പക്ഷേ നമ്മൾക്കൊരു അന്ധകരണം തന്നിട്ടുണ്ട്. അതിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് 4 വസ്തുക്കളുണ്ട്. അതിലെ ആ അഹങ്കാരമാണ് കുഴപ്പക്കാരൻ. ആ അഹങ്കാരം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കണോ? ഞാനൊരു വ്യക്തിയാണ്, ഇങ്ങനെ ഭഗവാനായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നേ നമുക്ക് തോന്നുന്നില്ല. നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്, സെപ്പറേറ്റ് വ്യക്തിയാണ്, അങ്ങനെ വ്യക്തിത്വ ബോധം നമുക്ക് തരുന്നു. അപ്പൊ ഒരു വ്യക്തിത്വം നമ്മളിൽ തോന്നിക്കുന്നു, അതാണ് ഈ മായ. ഇപ്പൊ ഈ വേദാന്തത്തിൽ പറയും, ഒരു പാമ്പ് കയറിന്റെ ഉദാഹരണം പറയും. ഒരാൾ അരണ്ട വെളിച്ചത്തിൽ നടക്കുമ്പോ ഒരു കയറിനെ കണ്ടു. അപ്പൊ പെട്ടെന്ന് പാമ്പ് എന്ന് തെറ്റിദ്ധരിച്ചു. അപ്പൊ ടോർച്ചൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോ അത് കയറാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഉള്ളതിനെ ഇല്ലാതാക്കി. ഉള്ളത് കയറായിരുന്നു, അതിനെ ഇല്ല എന്ന് തോന്നിച്ചു. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിച്ചു. ഇല്ലാത്ത പാമ്പിനെ ഉണ്ടെന്ന് തോന്നിച്ചു. അപ്പൊ അതാണ് മായ. അപ്പൊ മായയെ കാണിക്കാൻ ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ നാരദനും ഭഗവാൻ കൃഷ്ണനും കൂടി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോ നാരദർ ചോദിച്ചു, ഭഗവാനെ എനിക്ക് ഈ മായയെ ഒന്ന് മനസ്സിലാക്കി തരൂ. അപ്പൊ കൃഷ്ണനൊന്നും പറഞ്ഞില്ല. അപ്പൊ നല്ല വേനൽക്കാലമായതുകൊണ്ട് നല്ല ദാഹം. അപ്പൊ ഭഗവാൻ കുറച്ച് വെള്ളം കിട്ടുമോ നാരദ ചോദിച്ചു. അപ്പൊ അവിടെയൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ട് നാരദർ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി വെള്ളത്തിന് വേണ്ടി. അവിടെ ഒരു സുന്ദരിയായ യുവതി നിൽക്കുന്നു. അവളെ കണ്ടപ്പോ എല്ലാം മറന്നു. അവളുടെ സൗന്ദര്യത്തിൽ മോഹിച്ചു. അവളെ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം എന്നായി. അപ്പൊ അവളുടെ അച്ഛനോടൊക്കെ പെർമിഷൻ ചോദിച്ചു. അവളെ കല്യാണം കഴിച്ചു. അവിടെ തന്നെ കൂടി. പിന്നെ അവിടെ കുറെ കുട്ടികൾ ഉണ്ടായി. 10-12 വർഷം കഴിഞ്ഞുപോയി. നാരദർ അവിടെ ഭൂമിയൊക്കെ മേടിച്ചു, കൃഷിയൊക്കെ ചെയ്തു തുടങ്ങി, വലിയ ഭൂവുടമയായി. ഇങ്ങനെ കുറെ കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കത്തിൽ ഭൂമി ഒലിച്ചുപോയി, വീടും ഒലിച്ചുപോയി, കുട്ടികളും ഒലിച്ചുപോയി, ഭാര്യയും. നാരദർ വാവിട്ട് കരയുകയാണ്, എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ചോദിക്കുന്നു, എവിടെയാ വെള്ളം? അപ്പോഴാണ് നാരദർക്ക് ഈ മായയുടെ പ്രഭാവം മനസ്സിലായത്. ഇതേപോലെയാണ് നമ്മളുടെ ഈ ലോകത്തിലെ വാസമൊക്കെ. അങ്ങനെ മായയുടെ പ്രഭാവത്തെ പറഞ്ഞു കൊടുത്തു. അപ്പോ ചക്രവർത്തി ചോദിക്കുന്നു, ഈ മായയെ എങ്ങനെ തരണം ചെയ്യും? അതിനുള്ള ഉപായം
അടുത്ത യോഗിയാണ് പറയുന്നത്. പ്രബുദ്ധനാണ് ഇതിന് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന് തന്നെ ഈ മായയെ നീക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്താ വേണ്ടത്? അതിന് നമ്മൾ ശ്രമിക്കണം. അതിന് 3 കാര്യങ്ങൾ വേണം. നമുക്ക് ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഇത് 3 ഉണ്ടെങ്കിലേ ഈ മായയെ നീക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജ്ഞാനം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതിന് നല്ലൊരു ഗുരുവിനെ സമീപിക്കണം. അപ്പൊ ആ ഗുരു നമുക്ക് ആ ആത്മജ്ഞാനത്തെ പകർന്നു തരും. അല്ലെങ്കിൽ നമ്മളായിട്ട് ആലോചിച്ചുണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഗുരുവിനെ തന്നെ സമീപിക്കണം. പിന്നെ വൈരാഗ്യം വരണം. വൈരാഗ്യം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മൾ ലോകത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എപ്പോഴെങ്കിലും നിന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെയോ സുഖത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷെ അതിൽ പരമമായ സുഖം എപ്പോഴും കിട്ടുന്നുണ്ടോ? കുറച്ച് സുഖം കിട്ടും, പിന്നെ ദുഃഖമായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് പഠിച്ചു കഴിഞ്ഞ് ജോലിയില്ല, ജോലി വേണം എന്ന് ആഗ്രഹിക്കണം. ജോലി കിട്ടിയപ്പോൾ സന്തോഷം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ, എന്നെ വല്ലാണ്ട് പിഴിഞ്ഞെടുക്കണു, അവിടെ വലിയ പ്രയാസ, അപ്പൊ പിന്നെ ദുഃഖമായി. അതേപോലെ വിവാഹം കഴിഞ്ഞില്ല എന്ന് പരാതിയാണ്. പക്ഷേ അതുവരെ വിവാഹം കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് സന്തോഷം, അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? പിന്നെ ദുഃഖം തന്നെ. അതേപോലെ സന്താനമില്ല, അപ്പോഴും സന്താനം കിട്ടിക്കഴിഞ്ഞാൽ സുഖം, പക്ഷെ അതൊരു ദുർസന്താനമായാലോ? ഇങ്ങനെ ഒരെണ്ണം വേണ്ടായിരുന്നു തോന്നും അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒന്നും നമുക്ക് ശാശ്വത സുഖത്തെ തരില്ല, ദുഃഖത്തെ മാത്രമാണ് തരുന്നത്. അപ്പൊ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് സുഖം എന്നുള്ളത്, ശാശ്വത സുഖം ഒരിക്കലും ഇല്ല. പിന്നെ എവിടെയാണ് ശാശ്വത സുഖം? അതാ ഭഗവത് പാദങ്ങളിൽ മാത്രമാണ്. ഇത് മനസ്സിലാക്കി നമുക്ക് ലോക വിഷയങ്ങളിൽ വിരക്തി വരണം. അതാണ് വൈരാഗ്യം. ഭഗവാനിൽ ഭക്തി വരണം. അതാണ് ഭഗവത് ഭക്തി. ഇങ്ങനെ ഈ 3 ഉണ്ടെങ്കിൽ നമുക്ക് നാരായണ പരനായി ഭഗവാനെ തന്നെ ആശ്രയിച്ച് അഞ്ജസ വളരെ എളുപ്പത്തിൽ ഈ മായയെ തരണം ചെയ്യാം എന്ന് പ്രബുദ്ധം പറഞ്ഞു കൊടുത്തു. അപ്പൊ നാരായണ പരനായി ജീവിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചക്രവർത്തി ചോദിക്കാണ്, ആരാണ് ഈ നാരായണൻ? നാരായണന്റെ തത്വത്തെ ഒന്ന് പറഞ്ഞു തരാമോ? അപ്പൊ അതിനുത്തരം പറയുന്നത് അടുത്ത യോഗിയാണ്, പിപ്പലായനാണ് ഇതിന്റെ ഉത്തരം പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മതത്വം, നമ്മൾ ആരും ഭഗവാനെ കണ്ടിട്ടില്ല. പരബ്രഹ്മം എങ്ങനെയിരിക്കും? എങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പൊ വേദങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ ഭഗവാനെ അറിയുന്നത്. പക്ഷെ വേദങ്ങൾ കൂടി ഈ ഭഗവാനെ പറഞ്ഞു തരാൻ പ്രയാസപ്പെടുക. ഇതല്ല നേതി ഓരോന്നിനെ കാണിച്ച് ഇതല്ല അങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം എന്തുണ്ടോ അതാണ് പരബ്രഹ്മം. അങ്ങനെയേ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. വളരെ ക്ലിയർ കട്ടായിട്ടൊന്നും പരബ്രഹ്മത്തിന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ പിപ്പലായന എന്താ പറയുന്നത്? സ്ഥിത്യുദ്ഭവ പ്രളയ ഹേതു അഹേതു അസ്യ സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയ അസു ഹൃദയാനി സരംഗിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതിനൊക്കെ കാരണം ആരാണോ അത് ആ ഭഗവാനാണ്. എന്നാ അങ്ങേർക്കൊരു കാരണമുണ്ടോ? അദ്ദേഹത്തെ ആരെങ്കിലും ഉണ്ടാക്കിയോ? അഹേതുവാണ്, ആരും ഉണ്ടാക്കിയതല്ല. പിന്നെ നമ്മൾക്ക് 3 അവസ്ഥയാണ്. നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന ഒരു അവസ്ഥ, പിന്നെ സുഷുപ്തിയിൽ നമ്മൾ ഗാഢമായി ഉറങ്ങുന്നു. അപ്പൊ നമ്മൾ ഉണർന്നിരിക്കുമ്പോ നമ്മൾ ചലിക്കുന്നതൊക്കെ എന്തുകൊണ്ടാ? അകത്തൊരു ചൈതന്യം അല്ലേ, അതിങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ജാഗ്രതയിൽ ആ ഞാനുണ്ട്. ഇനി സ്വപ്നം കാണുമ്പോഴോ പല സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നു, അതൊക്കെ സത്യമാണോ? അതൊന്നും സത്യമല്ല. പക്ഷെ ആ സ്വപ്നം കാണുന്ന ആൾ സത്യമല്ലേ? അയാൾ അപ്പോഴും അവിടെ ഇല്ലേ? അങ്ങനെ സ്വപ്നത്തിലും ആ ഞാനുണ്ട്. ഇനി നല്ലപോലെ ഉറങ്ങുമ്പോഴോ, ഉറങ്ങി എണീറ്റ് നമ്മൾ എന്താ പറയാ? സുഖമായിട്ട് ഉറങ്ങി. അപ്പൊ ആ പറയുന്ന ആള് ആ ഞാനല്ലേ? അങ്ങനെ 3 അവസ്ഥകളിലും ഈ ഞാനുണ്ട്. അതാണ് ആ പരബ്രഹ്മം. എന്നാ ഇതിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നതും. പിന്നെ സഞ്ജീവിതാനി ദേഹേന്ദ്രിയ അസു ഹൃദയാനി, ഈ നമ്മളുടെ എല്ലാ ദേഹം, ഇന്ദ്രിയം, നമ്മളുടെ പ്രാണൻ, ഹൃദയം, ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണോ അദ്ദേഹമാണ് ആ പരബ്രഹ്മം. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതിനെ നാരായണ ഭട്ടതിരിയും പറയും, യോ വാചാം ദൂരെ പുനരഭിമനസാ. വാക്കുകൾ വാക്കുകൾക്കൊക്കെ ദൂരെയാണ്. വാക്കുകൾ കൊണ്ടൊന്നും ഈ ഭഗവാനെ നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സുകൊണ്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ആത്മാ ഒരിക്കലും ജനിക്കുന്നില്ല, ഈ പരമാത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. എന്നാ വർദ്ധിക്കുന്നുണ്ടോ? എങ്ങനെ വർദ്ധിക്കും? ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ പരവിയിരിക്കുകയാണ്, പിന്നെ എങ്ങോട്ട് വർദ്ധിക്കും? അതേപോലെ ഒരിക്കലും ക്ഷയിക്കുന്നില്ല, ഇനി ഒരിക്കലും മാറ്റമില്ല.
നമ്മളുടെ ശരീരം ചെറുപ്പത്തിൽ നമ്മൾ ചെറുതായിരുന്നു, ഇപ്പൊ നമ്മുടെ ശരീരം വളരെ മാറിയിരിക്കുന്നു അല്ലെ. പക്ഷെ നമ്മൾ മാറിയതായി നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള ആ ഞാൻ മാറിയതായി നമുക്ക് തോന്നുന്നില്ല. കാണുന്നവർക്ക് തോന്നാം നമ്മൾ വയസ്സായി എന്നൊക്കെ, പക്ഷെ നമുക്കൊരിക്കലും തോന്നില്ലല്ലോ അല്ലെ. അപ്പൊ ആ ഞാനിന് ഒരിക്കലും മാറ്റമില്ല, ആ പരബ്രഹ്മത്തിന് ഒരിക്കലും മാറ്റമില്ല. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള ആ പരബ്രഹ്മത്തെ നമ്മൾ എങ്ങനെ അറിയും? സുഷുപ്തിയിൽ നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ജാഗ്രതയിൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അഹങ്കാരത്തിനെ കളയണം. അഹങ്കാരത്തിനെ നീക്കിയാൽ, അപ്പൊ ഞാൻ മാറിയാൽ ആ താൻ തെളിയും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഹിപ്പലായന്. അപ്പൊ അത് കഴിഞ്ഞ് നിമി ചക്രവർത്തി ചോദിക്കുന്നത് എന്താണ്? നമ്മൾ പല പാപങ്ങൾ ചെയ്താണ് ഈ ലോകത്തിൽ വന്നത്. ആ പാപത്തിന്റെയൊക്കെ ദുഃഖം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴും പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോഴും പാപങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ പാപങ്ങളിൽ നിന്നൊക്കെ മോചിതനായി എങ്ങനെയാണ് ഞാൻ ഈ ജന്മത്തിൽ തന്നെ സ്വതന്ത്രനാവുക? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് കർമ്മങ്ങളെയാ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിന് ആവിർഹോത്രൻ എന്ന യോഗിയാണ് മറുപടി പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? ഈ വേദങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർമ്മം തന്നെ ചെയ്യേണ്ടത് കർമ്മം, ചെയ്യാൻ പാടില്ലാത്തതിനെ ചെയ്യുന്നത് വികർമ്മം, ചെയ്യേണ്ടതിനെ ചെയ്യാതിരിക്കുന്നത് അകർമ്മം എന്ന് പറയും. അപ്പൊ ഈ ചെയ്യേണ്ട കർമ്മങ്ങളെ തന്നെ രണ്ടായിട്ടാണ് വേദം പറയുന്നത്: വൈദിക കർമ്മം, താന്ത്രിക കർമ്മം. ഈ വൈദിക കർമ്മങ്ങൾ എന്താണ്? യജ്ഞം, യാഗം, ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടു, എന്ത് കർമ്മം ചെയ്താലും നിഷ്കാമമായി ചെയ്യണം, ഒന്നും ഫലം പ്രതീക്ഷിക്കരുത്. പക്ഷെ വേദത്തിൽ എല്ലാത്തിനും ഫലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പുത്രൻ വേണോ? പുത്രകാമിഷ്ടി യാഗം ചെയ്യൂ. സ്വർഗം കിട്ടണോ? അശ്വമേധ യാഗം ചെയ്യൂ. അങ്ങനെ ഫലത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു വിരോധാഭാസമല്ലേ? നിഷ്കാമമായി ചെയ്യണം എന്നുള്ളപ്പോ എന്തിനാ ഈ ഫലത്തെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിന് ആചാര്യന്മാർ പറയും, ഒരുത്തൻ കർമ്മമേ ചെയ്യില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത അധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ അവന് എന്തെങ്കിലും ഒരു പ്രലോഭനം വേണം അല്ലേ. അപ്പൊ ഇന്നത് ചെയ്യൂ, ഇന്ന ഫലം കിട്ടും എന്ന് പറഞ്ഞാൽ രോചനാർത്ഥം, രുചി ഉണ്ടാവാനായിട്ടാണ് ഇങ്ങനെ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അവന് ആ ഫലമില്ലെങ്കിലും ആ കർമ്മം ചെയ്യാൻ ശ്രദ്ധ വരും. അതുകൊണ്ടാണ്. അപ്പൊ നിഷ്കാമമായിട്ട് തന്നെയാണ് വൈദിക കർമ്മങ്ങളെ ചെയ്യേണ്ടത്. ഇനി താന്ത്രിക കർമ്മം എന്താണ്? അത് വന്നിട്ട് നമ്മൾ ഈ ഭഗവാനെ പൂജിക്കുന്നതാണ്, വിഗ്രഹങ്ങളെ പൂജിക്കുന്നതിനെയാണ് താന്ത്രിക കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതിനാദ്യം എന്താ വേണ്ടത്? ഒരു ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ എടുക്കണം. അദ്ദേഹം ഒരു മന്ത്രമൊക്കെ പറഞ്ഞു തരും, ആ പൂജ ചെയ്യേണ്ട മാർഗത്തെയും പറഞ്ഞു തരും. ആ മാർഗത്തിൽ കൂടി നമ്മുടെ ഇഷ്ടമൂർത്തിയെ, നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് മൂർത്തിയെ വേണമെങ്കിലും, നമ്മളൊരു വിഗ്രഹം, അത് മരം കൊണ്ടുണ്ടാക്കിയതാവാം, മണ്ണ് കൊണ്ടുണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ ലോഹം കൊണ്ടുണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ വെറുതെ അരിമാവ് കൊണ്ട് എഴുതിയതാവാം, അല്ലെങ്കിൽ ഒരു വിളക്കിൽ സങ്കല്പിക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ദൈവത്തെ സങ്കല്പിച്ച് നല്ല ശുദ്ധമായ വസ്തുക്കളെ കൊണ്ട്, പൂജാദ്രവ്യങ്ങളെ കൊണ്ട്, ശക്തിക്ക് പറ്റിയ മാതിരി എന്നേ പറയുന്നുള്ളൂ. വലിയ വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പത്രം, പുഷ്പം, ഫലം, തോയം എന്ന് കല പറഞ്ഞല്ലോ. അതേപോലെ ഒരു ഇലയോ ഒരു പുഷ്പമോ ഒരു ഉദ്ധരണി വെള്ളമോ ഏത് കൊടുത്താലും ഭഗവാൻ സന്തോഷിക്കും. പക്ഷെ അത് ശ്രദ്ധയോടെ, സർവാത്മന, നമ്മൾ എല്ലാ മനസ്സുഇന്ദ്രിയങ്ങളും ആ ഭഗവാനിൽ തന്നെ അർപ്പിച്ച് ശ്രദ്ധയോടെ ആ പൂജയെ ചെയ്താൽ തീർച്ചയായും നമുക്ക് ഈ കർമ്മങ്ങളാൽ തന്നെ നമ്മളുടെ പാപമൊക്കെ പോകും എന്ന് ആവിർഹോത്രൻ പറഞ്ഞു. അപ്പൊ ഇഷ്ടമൂർത്തിയെ ഭജിക്കണം. അപ്പൊ ഏത് ഇഷ്ടമൂർത്തിയെ എടുക്കണം? അതിന് ആദ്യം തന്നെ ഭഗവാൻ ഏതൊക്കെ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് അറിയണ്ടേ? അതിനുവേണ്ടി നിമി ചക്രവർത്തി ചോദിക്കുന്നു, ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. അപ്പൊ അതിന് ഉത്തരം പറയുന്നത് ദ്രിമിളാൻ എന്ന യോഗിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഭഗവാന്റെ മഹത്വത്തെ എങ്ങനെ പറയും? ഈ ലോകത്തിലുള്ള മണൽത്തരികളെ ആർക്കെങ്കിലും എണ്ണാൻ സാധിക്കുമോ? ഇനി ആരെങ്കിലും എണ്ണിയാൽ തന്നെ അതിനേക്കാൾ അധികമാണ് ഭഗവാന്റെ വീര്യം, മഹത്വം. അതാണ് നാരായണ ഭട്ടതിരി വരിയ പറയാ, വിഷ്ണോർ വീര്യാണി കോവാ കഥയതു ധരണേഹേ കശ്ചരേണോന്മിമീതേ. ഇപ്പൊ വിഷ്ണോർ വീര്യാണി കോവാ കഥയതു, ആർക്ക് പറയാൻ പറ്റും വിഷ്ണുവിന്റെ വീര്യങ്ങളെ? ധരണേഹേ രേണൂൻ കഹച്ചമിമീതെ, ആർക്കാ ഈ ഭൂമിയിലെ മണ്ണിനെ എണ്ണാൻ പറ്റുക? അതുപോലെ ദുഷ്കരമാണ് ഭഗവാന്റെ അവതാരങ്ങളെ പറയാം. എന്നാലും കുറച്ച് പറയാം എന്ന് പറഞ്ഞ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം എന്തായിരുന്നു? ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടി ചെയ്തു. നമ്മൾ ശരീരത്തിനെ എങ്ങനെ സൃഷ്ടി ചെയ്തു, അതേപോലെ ഭഗവാൻ അതിനു മുമ്പേ ഈ പ്രപഞ്ചത്തെ ഇതേ പഞ്ചഭൂതങ്ങൾ കൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ചത്.
ഇനി ആ പ്രപഞ്ചത്തെ ചലിപ്പിക്കണമെങ്കിൽ ഇതേപോലെ ഭഗവാന്റെ അംശം വേണം. അപ്പൊ ഭഗവാൻ തന്നെ ആ പ്രപഞ്ചത്തിൽ കടന്നു. എന്നിട്ട് ഭഗവാൻ 14 ലോകവുമായി വിളങ്ങി ഇങ്ങനെ നിൽക്കുന്നു. സഹസ്ര, നമ്മൾ വായിച്ചിട്ടില്ലേ, സഹസ്ര ശീർഷൻ, സഹസ്രപാദം, അങ്ങനെ എല്ലാ ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കൈകളും ആയിരക്കണക്കിന് പാദങ്ങളുമായി ഭഗവാൻ 14 ലോകമായി വിളങ്ങുന്നു. അങ്ങനെ ആ വിരാട് രൂപത്തെ പറഞ്ഞു. പിന്നെയുള്ള അവതാരം നമുക്ക് ദശാവതാരം, അത് നമുക്കറിയാം. ഇനി അടുത്തത് ഭക്തന്മാരുടെ സ്ഥിതിയെ ചോദിക്കുന്നു. അപ്പോ അതിന് പറയുന്നു, ഭക്തി ഇല്ലാത്തവര്, ഭഗവാനോട് കൃതജ്ഞത ഇല്ലാത്തവരാണ്, അവർക്ക് നരകം തന്നെ ഫലം എന്ന് ഭഗവാൻ പറയുന്നു. ഇനി അവസാനം എന്താ ചോദിക്കുന്നത് നിമി ചക്രവർത്തി? ഏതേത് യുഗങ്ങളിൽ എങ്ങനെ പൂജിച്ചു? അപ്പോൾ അതിനുത്തരം എന്താ പറയുന്നത്? ആദ്യം കൃതയുഗത്തിൽ എല്ലാവരും നല്ല ആയുസ്സും ശരീരബലവും ബുദ്ധിബലവും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തപസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഭഗവാനെയും താപസനായി കണ്ട് സ്തുതിച്ചു. അടുത്ത യുഗത്തിൽ യാഗങ്ങളാൽ പൂജിച്ചു. ദ്വാപര യുഗത്തിൽ അർച്ചനാദികൾ ചെയ്ത് ഭഗവാനെ വിഗ്രഹത്തിൽ പൂജിച്ചു. ഇനി കലിയുഗത്തിൽ നാമജപം ഒന്നു മാത്രം മതി. അതാണ് പറഞ്ഞു തരുന്നത്. നാമജപം കൊണ്ട് തന്നെ ഇവിടെ മോക്ഷം കിട്ടും. നമ്മള് ജ്ഞാനപ്പാനയിൽ കാണുമല്ലോ, യുഗം 4 നല്ല കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ഇത് വിചാരിച്ച് മുൻ ജന്മങ്ങളിൽ ജനിച്ചവരും ഈ കലിയുഗത്തിൽ വന്ന് ജനിക്കണം എന്ന് വിചാരിക്കുന്നു അത്രേ. അങ്ങനെയാണ് നാരദരാണ് പുരന്ദരദാസരായി ജനിച്ചത് പറയണു. വാൽമീകി തിരിച്ച് ത്യാഗരാജ സ്വാമികളായി ജനിച്ചു അത്രേ. പ്രഹ്ലാദൻ രാഘവേന്ദ്ര സ്വാമികളായിട്ടും ഉദ്ധവർ നാമദേവരായിട്ടും ശ്രീശുഖൻ കബീർദാസരായിട്ടും ജനിച്ചു എന്ന് പറയുന്നു. അതേപോലെ നമുക്ക് ഈ കലിയുഗത്തിനെ പറ്റി ഒരു ഉപനിഷത്തുണ്ട്, കലിസന്ധര ഉപനിഷത്ത്. അപ്പൊ അതില് ഭഗവാൻ ബ്രഹ്മനോട് നാരദർ പോയി ചോദിക്കുന്നു, ഈ കലിയുഗത്തിൽ മോക്ഷം കിട്ടുവാൻ എന്താ ഭഗവാനെ ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹം പറയുന്നു, നാരായണ നാമത്തെ ജപിക്കണം. അപ്പൊ ചോദിച്ചു, നാരായണന്റെ ഏത് നാമങ്ങളെയാ ജപിക്കേണ്ടത്? അപ്പൊ പറഞ്ഞു കൊടുത്തു, നാരായണന്റെ 16 നാമങ്ങൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 നാമങ്ങളെയാണ് ജപിക്കേണ്ടത്. ഇതുകൊണ്ട് മായയുടെ 16 ആവരണങ്ങൾ നീങ്ങി ആ പരബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ നാരദർ വീണ്ടും ചോദിച്ചു, ഇതിന് വല്ല നിയമമുണ്ടോ? ഒരു നിയമവുമില്ല. ശുചി അശുചി ഒന്നുമില്ല. 24 മണിക്കൂറും എപ്പോ വേണമെങ്കിലും ഈ നാമത്തെ ജപിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കലിയുഗത്തിൽ നമ്മൾ എല്ലാവരും ഹരേ രാമ ഹരേ കൃഷ്ണ ഈ നാമജപം വിടാതെ ചെയ്യണം. അപ്പൊ ഈ നിമി നവയോഗി സംവാദത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എപ്പോഴും ഭഗവത് ചിന്തനം, പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ തന്നെ അർപ്പിച്ച് ചെയ്യണം. ഈ നാമസങ്കീർത്തനം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധയോടെ ചെയ്ത് ഈ കലിയുഗത്തിൽ ഭഗവാനെ അടയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്ന ജയലക്ഷ്മി ടീച്ചർക്കും ഭഗവാനും നന്ദി പറഞ്ഞുകൊണ്ട്, ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരേ ഒരു പ്രാവശ്യം എല്ലാവരും ചേർന്ന് ഹരേ രാമ പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ